ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് തനി നാടൻ രീതിയിൽ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന രീതിയിലുള്ളൊരു കിണ്ണത്തപ്പം തയ്യാറാക്കിയെടുക്കാം. ബാക്കി വന്ന ചോറ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കിണ്ണത്തപ്പം തയ്യാറാക്കുന്നത്. അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് 2 കപ്പ് ചോറ് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ സൂര്യകരിയുടെ ചോറാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് അരിയുടെ ചോറ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ഞാൻ 5 ഏലക്കായുടെ കുരു മാത്രം ഇട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. തൊലി ഇങ്ങനെ പൊളിച്ച് മാറ്റിയിട്ട് കുരു മാത്രം ഇട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന അരമുറി തേങ്ങയുടെ പാലാണിത്. കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് എടുത്തിരിക്കുന്നതാണ്. ഏകദേശം 2 കപ്പ് ഉണ്ടാവും. അതിൽ നിന്ന് ആവശ്യത്തിന് ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് പോലെ നമുക്കിത് അരച്ചെടുക്കണം. ഒട്ടും തരിയില്ലാതെ വേണം അരച്ചെടുക്കാനായിട്ട്. ഇപ്പം ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കി തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് 250 ഗ്രാം ശർക്കര പാനിയാക്കിയിട്ട് എടുത്തിരിക്കുന്നതാണ്. അത് നന്നായിട്ട് അരിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കണം. എല്ലാം നന്നായിട്ടൊന്ന് മിക്സാക്കി കിട്ടാൻ വേണ്ടി മാത്രം ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം. ഈ രീതിയിൽ ഇപ്പോൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാനിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഈ കിണ്ണത്തപ്പം തയ്യാറാക്കാനായിട്ട് നമ്മൾ പാൻ എടുക്കുമ്പോൾ നല്ല കട്ടിയുള്ളൊരു പാൻ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഉരുളിയോ അല്ലെങ്കിൽ നോൺ സ്റ്റിക്കോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. കാരണം നമ്മളിത് കുറേ നേരം വരട്ടിയെടുക്കണം. അപ്പോൾ അടി പിടിക്കാതിരിക്കാനായിട്ട് നല്ല കട്ടിയുള്ളൊരു പാൻ വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ കിണ്ണത്തപ്പത്തിൻ്റെ കൂട്ട് ഇപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിൽ കലക്കിയത് ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നത് വേണമെന്നുണ്ടെങ്കിൽ മിക്സി ജാറിലിട്ട് അടിക്കുമ്പോൾ ആ സമയത്ത് ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഈ രീതിയിൽ ഒഴിച്ചു കൊടുത്താലും മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇതുപോലത്തെ ഒരു റബ്ബർ സ്പാറ്റിൽ ഉണ്ടെങ്കിൽ നമുക്കിത് ഇളക്കാനായിട്ട് കുറച്ചും കൂടി ഒരു എളുപ്പമാണ്. ഈ കൂട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തീ കൂട്ടിയിട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് വരട്ടിയെടുക്കാം. പെട്ടെന്ന് തന്നെ വരട്ടിയെടുക്കാം. അല്ലെങ്കിൽ തീ കുറച്ചിട്ടിട്ട് ഒക്കേഷണലി മാത്രം ഇളക്കി കൊടുത്തിട്ട് വരട്ടിയെടുക്കാം. എനിക്കിതിപ്പോൾ വരട്ടിയെടുക്കാനായിട്ട് ഏകദേശം ഒരു 3/4 മണിക്കൂറോളം വേണ്ടി വന്നു. തീ കുറച്ചിട്ടിട്ടാണ് ഞാൻ വരട്ടിയെടുത്തത്. അതുകൊണ്ട് തന്നെ 3/4 മണിക്കൂറോളം വേണ്ടി വന്നു. നിങ്ങൾക്കിപ്പോൾ തീ കൂട്ടിയിട്ടിട്ട് വരട്ടിയെടുക്കുന്നുണ്ടെങ്കിൽ അരമണിക്കൂറിനുള്ളിൽ തന്നെ വരട്ടിയെടുക്കാനായിട്ട് പറ്റും. ഇതിപ്പോൾ ഒരു 20 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ട് കുറുകി വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കശുവണ്ടി, തേങ്ങാക്കൊത്തും കടലപ്പരിപ്പും കൂടി നെയ്യിൽ വറുത്തത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിലേക്ക് 2 ടീസ്പൂൺ നെയ്യും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ നെയ്യൊക്കെ ആഡ് ചെയ്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഒരു 5 മിനിറ്റ് ഇടവിട്ടിട്ട് നമുക്ക് ഇളക്കി കൊടുത്താൽ മതി. എന്നിട്ട് വീണ്ടും ഇടയ്ക്കിടയ്ക്ക് കുറച്ച് നെയ്യും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് വരട്ടിയെടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് നമ്മൾ വരട്ടിയെടുക്കാന്നുണ്ടെങ്കിൽ 5 മിനിറ്റ് ഇടവിട്ടൊക്കെ ഇളക്കി കൊടുത്താൽ മതി. ഇതിപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിത് തീ കൂട്ടിയിട്ടിട്ട് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കുകയാണ്. തീ കൂട്ടിയിട്ടിട്ട് വരട്ടിയെടുക്കുമ്പോൾ കൈ എടുക്കാതെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ അടി പിടിക്കും. ഇപ്പോൾ നമ്മുടെ കിണ്ണപ്പത്തിനുള്ള കൂട്ട് തയ്യാറായിട്ടുണ്ട്. പാനിൽ നിന്ന് ഇങ്ങനെ വിട്ടു വരുന്ന പരുവത്തിൽ വരട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണ തടവിയ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. എണ്ണ തടവിയിട്ടുള്ളൊരു സ്റ്റീൽ പാത്രത്തിലേക്കാണ് ഞാൻ ഈ ഒരു കൂട്ട് ഫുള്ളായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കറക്റ്റ് ഒരു കിണ്ണത്തപ്പത്തിനുള്ള കൂട്ടാണ് ഞാനിപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത്. ആ ഒരു കൂട്ട് ഫുള്ളായിട്ട് ഞാൻ ഈ പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സ്പൂൺ വെച്ചിട്ട് മുകളിലൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഏകദേശം ഒരു 2 മണിക്കൂറൊക്കെ പുറത്തിരിക്കുമ്പോഴേക്കും ഇതിൻ്റെ ചൂടൊക്കെ ആറിയിട്ട് കറക്റ്റ് സെറ്റായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിത് മുറിച്ചെടുക്കാനായിട്ട് പറ്റും. ഇതിപ്പോൾ 2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് നന്നായിട്ട് തണുത്ത് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു കിണ്ണത്തപ്പം ശരിക്കും നമ്മൾ കറുത്ത അലുവ ഉണ്ടാക്കില്ലേ, ആ ഒരു അലുവയുടെ ടെക്സ്ചറും ടേസ്റ്റൊക്കെ തന്നെയാണ്. അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കിണ്ണത്തപ്പമാണ്. വായിൽ വെച്ച് കഴിഞ്ഞാൽ അലിഞ്ഞു പോകുന്ന രീതിയിലുള്ളൊരു കിണ്ണത്തപ്പമാണ്. അപ്പോൾ നിങ്ങളും എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ചോറ് വെച്ചിട്ട് നമുക്ക് ഈ രീതിയിൽ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. ഈ ഒരു കിണ്ണത്തപ്പത്തിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടാമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കല്ലേ. അതുപോലെ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. താങ്ക്